بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة أيحسب الإنسان أن لن نجمع عظامه بلى قادرين على أن نسوي بنانه بل يريد الإنسان ليفجر أمامه يسأل أيان يوم القيامة فإذا برق البصر وخسف القمر وجمع الشمس والقمر يقول الإنسان يومئذ أين المفر كلا لا وزر إلى ربك يومئذ المستقر ينبأ الإنسان يومئذ بما قدم وأخر بل الإنسان على نفسه بصيرة ولو ألقى معاذيره لا تحرك به لسانك لتعجل به إن علينا جمعه وقرآنه فإذا قرأناه فاتبع قرآنه ثم إن علينا بيانه كلا بل تحبون العاجلة وتذرون الآخرة وجوه يومئذ ناظرة إلى ربها ناظرة سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر أتاك الله. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم وصل وبلغ مثل ثواب ما قرأناه من القرآن العظيم وما صليناه هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة منا إلى حضرة حبيبك ورسولك مصطفى محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وبعث مقام محمود الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. ثم إلى حضرات سائر الأنبياء والأولياء والعلماء والشهداء ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وارحمنا إنك أنت الغفور الرحيم آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون. സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം എന്ത്? പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും താബിഈങ്ങളും അതിനുശേഷമുള്ള എല്ലാ അമ്പിയ ഔലിയാക്കന്മാരും നമുക്ക് കാണിച്ചു തന്ന മാതൃകയല്ല. അതിൽ കൂടി സഞ്ചരിക്കലാണ് ഒരു യഥാർത്ഥ മുസ്ലിമാന്റെ കടമ എന്ന് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരും നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അതിന്റെ പേരിൽ എന്റെ ഓർമ്മയിലുള്ള പണ്ഡിതന്മാരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഈ സുന്നത്ത് ജമാഅത്തിനെ വളർത്തി കൊണ്ടുവന്ന് ത്യാഗിച്ച് എത്രയോ സഹിച്ച് ഇവിടെ വന്ന ചരിത്രം ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അത് മനസ്സിലാകുന്നില്ല. ഏതെങ്കിലും ആളുകളുടെ പുസ്തകങ്ങളോ അല്ലെങ്കിൽ പ്രസംഗവും കേൾക്കുമ്പോൾ സുന്നത്ത് ജമാഅത്തിൽ നിന്ന്
തെറ്റിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. ബഹുമാനപ്പെട്ട കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ എന്റെ ചെറുപ്പത്തിൽ ഞാൻ ബന്ധപ്പെട്ട ഒരാളാണ്. കാരണം അദ്ദേഹം എന്റെ വാപ്പയുമായി അടുത്ത ഒരു വ്യക്തിയാണ്. അങ്ങനെ വാപ്പയും അദ്ദേഹവുമായി ബന്ധപ്പെടുമ്പോൾ ഞാൻ ചെറുപ്പത്തിൽ വാപ്പാന്റെ ഒന്നിച്ചു പോകുമ്പോൾ ബഹുമാനപ്പെട്ടവരെ കാണുകയും ബഹുമാനപ്പെട്ടവരുടെ ഉപദേശം ഞാൻ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. സുന്നത്ത് ജമായത്തിന്റെ ആദർശങ്ങൾ അന്ന് പഠിപ്പിച്ചത് നമുക്ക് നന്നായി അറിയുന്നു. അതായത് റസൂലും സഹാബത്തും താബീങ്ങളും കൊണ്ടുവന്ന അതേ മാതൃകയിലേക്ക് പോകണമെന്ന് അവരിവിടെ എല്ലാം തന്നെ പല നാട്ടിലും വന്ന് കണ്ണൂരും അവിടെയും ഇവിടെയെല്ലാം പ്രസംഗിക്കുന്നതും അവർ ചെയ്യുന്ന സേവനങ്ങൾ നമ്മൾ കണ്ട് മനസ്സിലാക്കുകയാണ്. അത്തരമുള്ള മഹാന്മാരെ എല്ലാം തന്നെ ഇന്ന് ധിക്കരിച്ചും കൊണ്ട് ചില ഏതെങ്കിലും ചെറിയ മൗലവിമാര് വന്ന് പ്രസംഗിക്കുമ്പോഴേക്ക് നമ്മുടെ ചെറുപ്പക്കാർ അതിലേക്ക് അകമ്പെട്ടു പോകും. സഹോദരന്മാരെ, എന്റെ ചരിത്രം തന്നെ ഞാൻ പറഞ്ഞാൽ ഇവിടെയുള്ള സദസ്സിലുള്ള ആർക്കും തന്നെ അറിയില്ല. ഞാൻ ഒരു കാലത്ത് 1964-65 ഞാൻ കടവത്തൂര് എരിഞ്ഞെങ്കിൽ എന്ന് പറയുന്ന സ്ഥലത്ത് മുജാഹിദിന്റെ കോളേജിൽ പഠിച്ചവനാണ്. എന്റെ ഉസ്താദ് എടപ്പാറ കുഞ്ഞമ്മദ് മൗലവിയാണ്. മുജാഹിദിന്റെ ഏറ്റവും വലിയ ഉപ്പാപ്പയാണ്. അദ്ദേഹം മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിന് അന്ന് രണ്ടാമത്തെ ഉസ്താദ് CH അബ്ദുറഹ്മാൻ മൗലവിയാണ്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹമെല്ലാം അവരന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കുകയും അതിനുശേഷം ബഹുമാനപ്പെട്ട EK അസംസുലിയാർ അവർ മറ്റുള്ള പണ്ഡിതന്മാരുമായി ഞാൻ ബന്ധപ്പെട്ടപ്പോൾ അതിനെല്ലാം എനിക്ക് മറുപടി കിട്ടുകയും സുന്നത്ത് ജമാഅത്തിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുകയും എന്റെ ചരിത്രത്തിൽ തന്നെ 1971 മുതൽ കണ്ണൂർ സിറ്റിയിൽ സമസ്തയുടെ പതാക പറപ്പിക്കാൻ ഏറ്റവും മുൻകൈയിൽ നിന്നത് ഞാനാണ്. അന്ന് വാസ്തവത്തിൽ സിറ്റിയെ കുത്തുബ പരിഭാഷ ചെയ്യുന്ന നാടായതിന്റെ പേരിൽ സമസ്തക്കാർക്ക് അവിടെ ഇറങ്ങാൻ പറ്റാത്ത ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ആ കാലത്താണ് സമസ്തയുടെ ഉന്നത നേതാക്കന്മാരെ ചാപ്പനങ്ങാട് വാപ്പു മുസ്ലിയാർ അദ്ദേഹത്തിനെയും EK അബൂബക്കർ മുസ്ലിയാരെയും EK അസം മുസ്ലിയാരി ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നറിയപ്പെടുന്ന AP കാന്തപുരം ഉസ്താദിനെ എല്ലാ സിറ്റിയിൽ ഇറക്കുമതി ചെയ്തതിനു ശേഷം ജനങ്ങൾക്ക് ബോധ്യമായി ഈ കുത്തുബ പരിഭാഷ നല്ലതല്ല. അങ്ങനെയാണ് ശേഖരന്റെ പള്ളിയിൽ കുത്തുബ പരിഭാഷക്കെതിരായി നാടൻ ജുമായ സാധാരണ ജുമായ നമ്മൾ അവിടെ തുടങ്ങി 1972 ആ 72 അവിടുത്തെ ഒരു 4 ദിവസത്തെ പ്രസംഗത്തിന് ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഞാൻ പോയി ക്ഷണിക്കുകയും EK അസം മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരം കാന്തപുരത്തിന്റെ അടുത്ത് പോവുകയും കാന്തപുരത്തിനെ ക്ഷണിച്ച് 4 ദിവസം സിറ്റിയിൽ വെച്ച് 1973 ജനുവരിയിൽ ഒരു പ്രസംഗം നടത്തുകയും ചെയ്തു. അന്ന് മുതൽ ഞാൻ AP അബൂബക്കർ മുസ്ലിയാരുമായി വളരെയധികം ബന്ധമുള്ളവനാണ്. സുന്നി പ്രസ്ഥാനത്തിൽ യാതൊരു കളങ്കമില്ലാതെ നല്ല നിലയിൽ ശക്തിയുക്തമായി റസൂലും സഹാബാക്കളും കൊണ്ടുവന്ന അതേ രൂപത്തിൽ കൊണ്ടുപോകുന്നത് ബഹുമാനപ്പെട്ട ഇത്തരത്തിലുള്ള ഉള്ളാളം തങ്ങളടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഞാൻ വഹാബി കോളേജിൽ പഠിച്ച് മനസ്സിലാക്കിയതിന്റെ പേര് ഞാൻ പല ചെറുപ്പക്കാരും എന്റെ അടുക്കൽ മുജാഹിദുകൾ വന്നപ്പോൾ ഞാൻ പലപ്പോഴും അവരെ ഉപദേശിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അവരെന്നോട് ചോദിക്കുന്നത് നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് സുന്നിയിലേക്ക് പോകാനുള്ള കാരണം, അതിനുള്ള കാരണം ഞാൻ അത് വിശദീകരിക്കും. പിന്നീട് ഈ പറയപ്പെട്ട ആളുകൾ എന്റെ അടുത്ത് വരുത്തില്ല. നമുക്ക് വാസ്തവത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ നേതാക്കന്മാർ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കന്മാർ കഠിനാധ്വാനം ചെയ്ത് വളർത്തിയെടുത്ത ഈ സ്ഥാപനത്തിൽ അവർ മരിച്ചു നോക്കുമ്പോൾ അവരിവിടെ ഒരു യാസീനോദാനോ ദുആ ചെയ്യാനോ മക്കൾ അനുവദിക്കാതെ ഒരു കാലഘട്ടമാണ് ഇത് വന്നത്. അതുകൊണ്ട് ഈ യോഗം വെക്കാനുള്ള കാരണം സുന്നത്ത് ജമാഅത്തിന്റെ ആദർശപ്രകാരം എങ്ങനെയാണ് നമുക്ക്
ജീവിക്കേണ്ടത് അത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെ കൊണ്ടുവന്ന് ഒന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തലാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇല്ലെങ്കിൽ അറിയണമല്ലോ. കാരണം നമ്മളിപ്പോ പള്ളിയിൽ വയല് വെച്ചാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നില്ല. 2-3 ദിവസത്തേക്ക് ഒരു ഉസ്താദിനെ കിട്ടും. നമ്മൾ കമ്മിറ്റിക്കാർ പറയും ഉസ്താദെ പൈസ ഉണ്ടാക്കി തരണം. പിന്നെ ആ ഉസ്താദെ വെറും പൈസ ഉണ്ടാക്കാനുള്ള വയലാ പിന്നെ അവിടെ പറയുന്നത്. ഇങ്ങനത്തെ പ്രസ്ഥാനത്തിന്റെ ഒരു കാര്യം അവർ പറയുന്നില്ല. എല്ലാ പള്ളിയിലും ഇപ്പം അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വേദിയിൽ വെച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങൾ ശരിക്കും തന്നെ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തണം ചെറുപ്പക്കാർക്ക്. വാസ്തവത്തിൽ നമ്മളെ ചെറുപ്പക്കാരെ പല വഴിക്കും നീങ്ങി പോവുകയാണ്. ഞാൻ ചെറുപ്പക്കാരെ ഒന്നും തന്നെ കുറ്റം പറയാൻ തയ്യാറില്ല. കാരണം എന്താണ്, ചെറുപ്പക്കാർക്ക് കാര്യം മനസ്സിലാകാത്തതിന്റെ പേരിൽ അവർ പോകുന്നു. അവരെ നമുക്ക് അടുപ്പിക്കേണ്ട കടമയുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള യോഗങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ഇവിടെ വന്നു നോക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ വേണ്ടി ആളുകളാണ്. പ്രവർത്തിക്കാൻ വേണ്ടി ആളില്ല. ഞങ്ങളെ സുന്നികളുടെ ചെറുപ്പക്കാരെ ഞാൻ വിളിച്ചു, ഒരു 3-4 പേരെ. അവര് ഈ കമ്മിറ്റിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അവരെ എടുത്തു. എന്നിട്ട് സുന്നി വേദി എന്നും പറഞ്ഞ് ഒരു ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. അവരുടെ പ്രവർത്തനമാണ് നമ്മുടെ ഈ യോഗം ഇന്ന് ഇത്തരത്തിൽ വിജയകരമായി നടത്താനുള്ള സംഗതി ഉണ്ടായത്. അവരുടെ പേര് ഞാൻ നിങ്ങളോട് പറയും. ഇൻഷാ അല്ലാഹ് അവർക്ക് നല്ല ആരോഗ്യം ആഫിയത്തും നൽകണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. കാരണം ഇതുപോലത്തെ വേദി അത് ഇനിയും സംഘടിപ്പിക്കണം. ഈ സുന്നി വേദി മഹാന്മാരായ പണ്ഡിതന്മാരെ, ഇന്ന് ജീവിച്ചിട്ടുള്ള പണ്ഡിതന്മാരെല്ലാം ഇൻഷാ അല്ലാഹ് അടുത്ത കാലത്ത് കൊണ്ടുവന്ന് ദീനിയായ കാര്യങ്ങൾ പറയാനുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കാം. അതുകൊണ്ട് അത് നമ്മുടെ ഈ സുന്നി വേദിയിൽ ഞാനിപ്പോൾ ഒരു 4-5 ആളെ പേരെടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടും പോലെ ആളുകളെ ചേർക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇവർ വളരെ ശക്തിയായി സുന്നി വേദിയിൽ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി അവർ തയ്യാറെടുത്തിരിക്കുകയാണ്. ഒന്ന്, അതിന്റെ തലപ്പത്തിരിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞപ്പോ എനിക്ക് സുഖമില്ലാത്തതിന്റെ പേര് ഞാനത് ഏറ്റിട്ടുണ്ട്. പിന്നെ അതിന്റെ പ്രസിഡന്റ് ആയിക്കൊണ്ട് എന്നെയും വൈസ് പ്രസിഡന്റ് ആയിക്കൊണ്ട് KP ഹാരിസ്, K ബഷീർ, ജനറൽ സെക്രട്ടറി CK അമീറാജി, ജോയിന്റ് സെക്രട്ടറി KV അബ്ദുൾ റസാഖ് ഹാജി, ട്രഷറർ താജുദ്ദീൻ, ഇങ്ങനെ ഒരു സുന്നി വേദി പടന്നോട്ട് ഭാഗത്തേക്ക് ഒരു സുന്നി വേദി രൂപീകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എല്ലാ കാലത്തും സുന്നി വേദിയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ സുന്നി പണ്ഡിതന്മാരെ ക്ഷണിക്കുകയും കൊണ്ടുവരികയും ദീനിയായ സേവനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ സുന്നി വേദിയോട് അനുബന്ധിക്കുന്ന MLA-മാരോ MP-മാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൊണ്ടുവരാൻ ഞങ്ങൾ സന്നദ്ധന്മാർ, ഞങ്ങൾ അതിന് ഒരുക്കമാണ്. ഇൻഷാ അല്ലാഹ് അതിനെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ കടമയിലേക്ക് ഞാൻ കിടക്കുന്നു. എനിക്കിവിടെ സ്വാഗതം മരളലാണ് എന്റെ പണി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പേരോട് ഉസ്താദ് ഇത് അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് അമാനി ഉസ്താദിന്റെ പ്രസംഗം നടക്കും. അതിന് മുമ്പായി എന്റെ കാര്യങ്ങൾ ഞാൻ ബഹുമാനപ്പെട്ട പ്രാർത്ഥനയ്ക്ക് വളരെ വിഷമം